ഹായ് അസ്സലാമു അലൈക്കും. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു പിടി ചെറിയ ഉള്ളി, 7-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒരു ജാറിലിടുക. പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ആവശ്യം കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഇട്ടാൽ മതിയാവും. ഗരം മസാല 1/2 ടീസ്പൂൺ ഇടുക. പെരുംജീരകം മുഴുവനായിട്ടുള്ളത് ഇടണേ. പിന്നീട് അത്യാവശ്യമായിട്ട് വേണ്ട തൈരാണ്. തൈര് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ തൈര് ആവശ്യമുണ്ട്. അപ്പോൾ തൈര് ആഡ് ചെയ്യുക. ഒരു മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഇത് ആഡ് ചെയ്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സമയം കൂടുന്തോറും ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പ് ഓണാക്കി കടായി വെക്കുക. ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുത്ത് വെളിയിൽ വെക്കണം. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് നമ്മളുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.